അവിയലില്ലാത്ത സദ്യയുണ്ടോ? എൻ്റെ രീതിയിലുള്ള അവിയലാണ് ഞാനിന്ന് കാണിക്കുന്നത്. എല്ലാവർക്കും അവിയൽ വെക്കാൻ അറിയാം, പക്ഷേ ഓരോരുത്തരുടെ അവിയലിന് ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ സ്റ്റൈലിലുള്ള അവിയൽ കാണിച്ചു തരാം. കഷ്ണങ്ങളെല്ലാം കൂടെ ഞാൻ നുറുക്കി ഇതുപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്ന കഷ്ണങ്ങൾ മുരിങ്ങക്ക, ചേന, കായ, വഴുതനങ്ങ, വെള്ളരിക്ക, ക്യാരറ്റ്, പയറ്, പടവലങ്ങ ഇത്രയും സാധനങ്ങളാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. മുളക് പൊടി വളരെ കുറച്ചേ ഞാൻ ചേർക്കാറുള്ളൂ. പച്ചമുളകാണ് എരിവിന് ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് കുടഞ്ഞ് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒട്ടും ചേർക്കണ്ട, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് അരപ്പ് റെഡിയാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 7-8 ഉള്ളി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള് ജീരകം ഞാൻ പൊടി ഉണ്ടെങ്കിൽ കൂടുതലും അതാണ് ചേർക്കാറ്. ഇന്ന് പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ കറിവേപ്പില, എരിവിനനുസരിച്ച് പച്ചമുളക്. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് പച്ചമുളക് ഞാൻ ഒരെണ്ണ ഇതിലിട്ടിട്ടുള്ളൂ. ഒരു പച്ചമുളക് ഞാൻ കഷ്ണത്തിൻ്റെ കൂടെ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കഷ്ണത്തിനനുസരിച്ച് തേങ്ങ ചേർക്കുക. ഈ അവിയൽ ഞാൻ മാങ്ങ ചേർത്തിട്ടല്ല വെക്കുന്നത്. പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളി ഒരു ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ കൂടുതലുണ്ടെങ്കിൽ അല്പം തൈര് ചേർത്തിട്ട് അരയ്ക്കാവേ. പുളിക്കനുസരിച്ച് വേണം തൈര് ചേർക്കാനായിട്ട്. അപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. തരി പോലും വെള്ളം ചേർക്കാതെ തന്നെ അതിനകത്ത് ആവശ്യത്തിന് വെള്ളമുണ്ട്. വെള്ളരിക്കായും പടവലങ്ങായും ഒക്കെ നല്ലപോലെ വെള്ളമുള്ള കഷ്ണങ്ങളല്ലേ. അപ്പം അവിയലിന് ശരിക്കും വെള്ളം ഒട്ടും ചേർക്കേണ്ട കാര്യമില്ല. പക്ഷേ ഫ്ലെയിം കുറച്ച് വെക്കണം എന്ന് മാത്രം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അവിയൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഷ്ണങ്ങൾ ഒരുപാട് ഉടഞ്ഞു പോകാതിരിക്കാനാണ്. വേഗണം, പക്ഷേ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ തൈരാണ് ചേർക്കുന്നത്. വാളംപുളി വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് വാളംപുളി ചേർത്ത് കഴിഞ്ഞാൽ അവിയൽ കറുത്തിരിക്കുക. തൈര് ചേർക്കുകയാണെങ്കിൽ നല്ല മഞ്ഞ നിറത്തിൽ തന്നെ അവിയൽ കിട്ടും. അപ്പോൾ ഇതിനകത്തേക്ക് പുളിക്കനുസരിച്ച് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പൊന്ന് വേകണം. ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണേ. ഞാൻ പുളി കുറവായതുകൊണ്ട് തൈര് കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട്. ചിലർക്ക് പുളി കൂടുതൽ വേണം, അപ്പോൾ അതനുസരിച്ച് തൈര് ചേർക്കണേ. ഞങ്ങൾക്ക് ഇവിടെ പുളി കുറച്ച് മതി. അപ്പം ഞാൻ പുളി കുറച്ചേ അവിയൽ ഉണ്ടാക്കാറുള്ളൂ. ഇനി ഇതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എരിവൊക്കെ ആവശ്യത്തിനുണ്ട് ഇതിന്. അപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണേ. പിന്നെ അത് അടുപ്പിൽ വെച്ചേക്കരുത്. അവിയലിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കഴിയുമ്പം ഒരു പ്രത്യേക സ്മെല്ലല്ലേ. അപ്പം അവിയൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ. ജോലി എളുപ്പമാക്കണമെങ്കിലുണ്ടല്ലോ, അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ തലേദിവസം അരിഞ്ഞ് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് വഴറ്റിയിട്ട് തണുപ്പിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എളുപ്പമുണ്ടാവും. അരപ്പ് ചേർത്താൽ മതി. ഇപ്പം എല്ലാവരും നാളത്തേക്കുള്ള തയ്യാറെടുപ്പിലാണെന്നറിയാം. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ വിഷു ആശംസകൾ. നാളത്തെ ദിവസം എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഒത്തുചേരലാവട്ടെ. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്